അധ്യായം 10. മാസ്റ്റർ മൈൻഡിൻ്റെ കരുത്ത്, പ്രേരക ശക്തി, സമ്പത്തിലേക്കുള്ള 9ാമത്തെ ചുവട്. ധനസമ്പാദനത്തിൽ വിജയം വരിക്കണമെങ്കിൽ കരുത്ത്, സാമർഥ്യം, പ്രാപ്തി എന്നിവ അത്യന്താപേക്ഷിതമാണ്. പദ്ധതികളെ പ്രാവർത്തികമാക്കാനുള്ള കരുത്തില്ലെങ്കിൽ അവ തീർത്തും ഉപയോഗശൂന്യവും ജഡവുമാണ്. ഒരു വ്യക്തി എങ്ങനെ കരുത്ത് നേടും എന്നും അതെങ്ങനെ ഉപയോഗിക്കുമെന്നും നമ്മൾ ഈ അധ്യായത്തിൽ കാണും. ക്രമപ്പെടുത്തിയ വിവേകത്തോടെ ദിശ നൽകിയ ജ്ഞാനമെന്ന് നമുക്ക് കരുത്തിനെ നിർവചിക്കാം. കരുത്ത് എന്ന വാക്ക് ഇവിടെ ഉപയോഗിക്കുന്നത് ഒരു വ്യക്തിക്ക് അയാളുടെ ഇച്ഛയെ അതിൻ്റെ സാമ്പത്തിക തുല്യ വസ്തുവിലേക്ക് പരിവർത്തനം ചെയ്യാൻ ഉതകുന്ന ക്രമപ്പെടുത്തിയ സംഘടിതമായ പ്രയത്നം എന്ന നിലയിലാണ്. രണ്ടോ അതിലധികമോ ആളുകളുടെ ഏകോപനത്തിലൂടെയാണ് സംഘടിത ക്രമപ്പെടുത്തിയ പ്രയത്നം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. നിശ്ചിതമായ ഒരു ലക്ഷ്യത്തിലേക്ക് സമവായത്തോടെയും ഒരേ ഓജസ്സോടെയും അവർ പ്രവർത്തിക്കണം. ധനം സമ്പാദിക്കുന്നതിന് കരുത്ത് ആവശ്യമാണ്. ധനം ഒരിക്കൽ സമ്പാദിച്ചതിനു ശേഷം നിലനിർത്തണമെങ്കിലും ഈ പ്രാപ്തി, കരുത്ത് ആവശ്യമാണ്. ഈ കരുത്ത്, പ്രാപ്തി എങ്ങനെ നേടിയെടുക്കാം എന്ന് നമുക്കൊന്ന് നിജപ്പെടുത്താം. കരുത്ത് എന്നത് സംഘടിതമായ ജ്ഞാനമാണെങ്കിൽ ആ ജ്ഞാനത്തിൻ്റെ സ്രോതസ്സുകൾ ഏതൊക്കെയെന്ന് നമുക്കൊന്ന് പരീക്ഷിക്കാം. 1. അനന്തമായ ധിഷണ. ക്രിയാത്മക ഭാവനയിലൂടെ ജ്ഞാനത്തിൻ്റെ ഈ സ്രോതസ്സിനെ എങ്ങനെ ബന്ധപ്പെടാമെന്ന് മറ്റൊരു അധ്യായത്തിൽ പറയുന്നുണ്ട്. 2. സ്വരുക്കൂട്ടിയ അനുഭവം. ഒരു മനുഷ്യൻ്റെ സ്വരുക്കൂട്ടിയ അനുഭവം സംഘടിതമാകുകയും ക്രമപ്പെടുകയും ചെയ്തിരിക്കുന്ന, രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗം ഏതൊരു പൊതു ഗ്രന്ഥാലയത്തിലും കാണാനാകും. ഇത്തരം അനുഭവങ്ങളുടെ പ്രധാന ഭാഗങ്ങൾ സ്കൂളുകളിലും കോളേജുകളിലും തരംതിരിച്ച് ക്രമപ്പെടുത്തി പഠിപ്പിക്കാറുണ്ട്. 3. പരീക്ഷണങ്ങളും ഗവേഷണങ്ങളും. ശാസ്ത്രത്തിൻ്റെ മേഖലയിലും ജീവിതത്തിൻ്റെ മിക്കവാറും എല്ലാ രംഗങ്ങളിലും മനുഷ്യർ നിത്യവും പുതിയ യാഥാർത്ഥ്യങ്ങൾ സ്വരുക്കൂട്ടുകയും തരംതിരിക്കുകയും സംഘടിതമാക്കി ക്രമപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സ്വരുക്കൂട്ടിയ അനുഭവങ്ങളിലൂടെ ജ്ഞാനം ലഭ്യമാക്കാതാകുമ്പോൾ മനുഷ്യർ ഇതിലേക്ക് തിരിയണം. ഇവിടെയും പക്ഷേ ക്രിയാത്മകമായ ഭാവന ഉപയോഗിക്കേണ്ടതുണ്ട്. ഇതിൽ ഏത് മാർഗങ്ങളിലൂടെ വേണമെങ്കിലും ജ്ഞാനം സമ്പാദിക്കാനാകും. അതിനെ കൃത്യമായ പദ്ധതികളായി ക്രമപ്പെടുത്തി കരുത്താക്കി പ്രാപ്തിയാക്കി രൂപാന്തരപ്പെടുത്താനാകും. ആ പദ്ധതികളാണ് പിന്നെ പ്രവൃത്തികളായി മാറേണ്ടത്. ഈ 3 പ്രധാന സ്രോതസ്സുകൾ പരിശോധിച്ചാൽ ഒരാൾ സ്വയം തന്നെ പ്രയത്നങ്ങളെ ആശ്രയിച്ചാൽ ഉണ്ടായേക്കാവുന്ന വൈഷമ്യങ്ങൾ തുറന്നു കാണിക്കുന്നുണ്ട്. അതായത് ജ്ഞാനം നേടാനും അതിനെ കൃത്യമായ പദ്ധതികളിലൂടെ പ്രവർത്തനമാക്കി മാറ്റാനുമുള്ള വൈഷമ്യം. അയാളുടെ പദ്ധതികൾ സമഗ്രമാണെങ്കിലും അവ വലിയ പര്യാലോപനങ്ങൾക്ക് ശേഷമാണ് വന്നിട്ടുള്ളതെങ്കിലും തന്നോടൊപ്പം സഹകരിക്കാൻ അയാൾ മറ്റുള്ളവരെ പ്രേരിപ്പിക്കണം. അതിനുശേഷം മാത്രമേ അയാൾക്ക് അവരിൽ കരുത്തിൻ്റെ ഘടകത്തെ കുത്തിവെക്കാനാവുകയുള്ളൂ. മാസ്റ്റർ മൈൻഡിലൂടെ കരുത്ത്, പ്രാപ്തി എന്നിവ എങ്ങനെ നേടിയെടുക്കാം? മാസ്റ്റർ മൈൻഡിനെ നമുക്ക് ഇങ്ങനെ നിർവചിക്കാം. ഒരു നിശ്ചിത ലക്ഷ്യം നേടുന്നതിനായി രണ്ടോ അതിലധികമോ ആളുകളുടെ ജ്ഞാനത്തിൻ്റെയും പ്രയത്നത്തിൻ്റെയും സ്വരച്ചേർച്ചയോടെയും ജീവചൈതന്യത്തോടെയുമുള്ള ഏകോപനം. മാസ്റ്റർ മൈൻഡിൻ്റെ സഹായമില്ലാതെ ഒരു വ്യക്തിക്കും കരുത്ത് നേടിയെടുക്കാനാകില്ല. ഇതിനു മുമ്പിലത്തെ അധ്യായത്തിൽ ഇച്ഛയെ അതിൻ്റെ സാമ്പത്തിക സമാന വസ്തുവിലേക്ക് പരിവർത്തനം ചെയ്യുന്നതിന് വേണ്ട പദ്ധതികൾ മെനയുന്നതെങ്ങനെ എന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നു. ഈ നിർദ്ദേശങ്ങൾ വിവേകത്തോടെയും നിഷ്ഠയോടെയും പിന്തുടരുകയാണെങ്കിലും നിങ്ങളുടെ മാസ്റ്റർ മൈൻഡ് സംഘത്തിൻ്റെ തിരഞ്ഞെടുപ്പിൽ വിവേചനം കാണിക്കുകയാണെങ്കിലും നിങ്ങൾ അറിയുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ലക്ഷ്യം പാതിയും കടന്നിരിക്കും. അതുകൊണ്ട് തന്നെ ശരിയാംവിധം തിരഞ്ഞെടുത്ത മാസ്റ്റർ മൈൻഡ് സംഘം നിങ്ങൾക്ക് നൽകുന്ന തൊട്ടറിയാൻ കഴിയാത്ത സാമർഥ്യം എന്തൊക്കെയെന്ന് നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കേണ്ടതുണ്ട്. മാസ്റ്റർ മൈൻഡ് സിദ്ധാന്തത്തിൻ്റെ 2 സ്വഭാവ വിശേഷങ്ങൾ നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാം. ഇതിലൊന്ന് സാമ്പത്തിക രൂപത്തിലുള്ളതും മറ്റേത് വിഷയക രൂപത്തിലുള്ളതുമാണ്. സാമ്പത്തിക രൂപവിശേഷം സ്പഷ്ടമാണ്. തികഞ്ഞ പൊരുത്തത്തോടെ സ്വരച്ചേർച്ചയോടെ
പൂർണ്ണ മനസ്സോടെ ഒരു വ്യക്തിക്ക് ഉപദേശം, നിർദ്ദേശം, അഭിപ്രായങ്ങൾ, വ്യക്തിഗത സഹകരണങ്ങൾ എന്നിവയെല്ലാം നൽകാൻ തയ്യാറുള്ള ഒരു സംഘം ചുറ്റിലുമുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് സാമ്പത്തിക ഗുണങ്ങൾ നിർമ്മിച്ചെടുക്കാൻ കഴിയുമെന്നത് വ്യക്തമാണ്. മിക്കവാറും എല്ലാ മഹത്തരങ്ങളായ നിധികളുടെയും പുറകിൽ ഇങ്ങനെയുള്ള സഹകരണ ചങ്ങാത്തങ്ങൾ കാണാനാകും. ഈ മഹത്തായ സത്യം നിങ്ങൾ എത്ര മനസ്സിലാക്കുന്നോ അതിനനുസരിച്ചിരിക്കും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി. മാസ്റ്റർ മൈൻഡിൻ്റെ മനോവിഷയക രൂപം കുറച്ചുകൂടി അമൂർത്തമാണ്, സംഗ്രഹിക്കാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ളതാണ്. മനുഷ്യകുലത്തിന് മൊത്തത്തിൽ അത്രയൊന്നും പരിചയമില്ലാത്ത ആധ്യാത്മിക ശക്തികളുമായി ഇതിനൊക്കെ സംബന്ധമുള്ളതിനാലാണിത്. ഈ പ്രസ്താവത്തിൽ നിന്ന് നിങ്ങൾക്ക് പ്രബലമായ ഒരു നിർദ്ദേശം പിടിച്ചെടുക്കാനാകും. മൂന്നാമതൊരു മനസ്സിന് ഇഷ്ടമാകാത്ത, അദൃശ്യവും തൊട്ടറിയാനാകാത്തതുമായ കരുത്തുള്ള ഒരു മൂന്നാം മനസ്സിനെ സൃഷ്ടിക്കാതെ ഒരിക്കലും രണ്ടു മനസ്സുകൾക്ക് ഒന്നു ചേരാനാകില്ല. ഈ ലോകത്തിൽ അറിയപ്പെടുന്ന രണ്ട് ഘടകങ്ങൾ മാത്രമേയുള്ളൂ എന്ന് നിങ്ങൾ ഓർത്തിരിക്കണം: ഊർജവും പദാർത്ഥവും. പദാർത്ഥങ്ങളെ തന്മാത്രകളായും അണുവായും സൂക്ഷ്മകണങ്ങളായും വിഭജിക്കാനാകും. പദാർത്ഥങ്ങളുടെ ഘടകങ്ങളെ വേർപെടുത്തി ഒറ്റപ്പെടുത്തി വിശകലനം ചെയ്യാനാകും. അതുപോലെ തന്നെ ഊർജത്തിനും ഘടകങ്ങളുണ്ട്. മനുഷ്യൻ്റെ മനസ്സ് ഒരു തരം ഊർജമാണ്, ആധ്യാത്മികമായ പ്രകൃതത്തിലുള്ള ഒന്ന്. സ്വരച്ചേർച്ചയുടെ ഓജസ്സിൽ രണ്ട് വ്യക്തികളുടെ മനസ്സ് ഏകോപിപ്പിക്കപ്പെടുമ്പോൾ അവയിൽ ഊർജത്തിൻ്റെ ആധ്യാത്മിക ഘടകങ്ങൾ ഒരു ബന്ധുത്വം സ്ഥാപിക്കുന്നു. അതാണ് മാസ്റ്റർ മൈൻഡിൻ്റെ മാനസിക മനോവിഷയക വശമാകുന്നത്. മാസ്റ്റർ മൈൻഡ് തത്വം അഥവാ അതിൻ്റെ സാമ്പത്തിക സ്വഭാവ വിശേഷം എൻ്റെ ശ്രദ്ധയിൽ ആദ്യം കൊണ്ടുവന്നത് ആൻഡ്രൂ കാർണേജ് ആയിരുന്നു. 25 വർഷം മുമ്പാണത് സംഭവിച്ചത്. ഈ തത്വം കണ്ടെത്തിയതിനാലാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു പ്രവൃത്തിയുമായി ഇറങ്ങിത്തിരിക്കാൻ കാരണമാക്കിയത്. ഏകദേശം 50ഓളം പേരടങ്ങുന്നതായി കാർണേജിൻ്റെ മാസ്റ്റർ മൈൻഡ് സംഘം. അവർ എപ്പോഴും അദ്ദേഹത്തിനു ചുറ്റിലുമുണ്ടായിരുന്നു. സ്റ്റീൽ ഉൽപ്പാദിപ്പിക്കുകയും വിൽക്കുകയും ചെയ്യുക എന്ന നിശ്ചിത ലക്ഷ്യമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ഈ മാസ്റ്റർ മൈൻഡിലൂടെ നേടിയ കരുത്താണ് തൻ്റെ വിജയത്തിനേക കാരണമെന്ന് അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു. വലിയ സമ്പത്തുകൾ സ്വരുക്കൂട്ടിയിട്ടുള്ള വ്യക്തികളെ വിശകലനം ചെയ്യുക. അവർ ഒന്നുകിൽ ബോധപൂർവമോ അല്ലെങ്കിൽ അബോധ മനസ്സോടെയോ മാസ്റ്റർ മൈൻഡ് തത്വം സ്വീകരിച്ചിരുന്നു എന്ന് നിങ്ങൾക്ക് കാണാനാകും. മറ്റൊരു തത്വത്തിലൂടെയും മഹത്തായ കരുത്ത്, പ്രാപ്തി എന്നിവയ്ക്ക് സംസാരിക്കാനാകില്ല. പ്രകൃതിയുടെ സർവലൗകിക നിർമ്മാണ സാമഗ്രിയാണ് ഊർജം. അതുപയോഗിച്ചാണ് പ്രകൃതി ഈ വിശ്വത്തിലെ എല്ലാ വസ്തുക്കളും നിർമ്മിക്കുന്നത്. ഇതിൽ മനുഷ്യനും എല്ലാ തരങ്ങളിലുമുള്ള മൃഗങ്ങളും സസ്യലതാദികളും ഉൾപ്പെടുന്നു. പ്രകൃതിക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു പ്രക്രിയയിലൂടെ അവൾ ഊർജത്തെ പദാർത്ഥമാക്കി മാറ്റുന്നു. പ്രകൃതിയുടെ ഈ നിർമ്മാണ സാമഗ്രി മനുഷ്യനും ലഭ്യമാണ്. ചിന്തിക്കാനുള്ള ഊർജത്തിൻ്റെ രൂപത്തിലാണിത് ലഭ്യമായിരിക്കുന്നത്. മനുഷ്യൻ്റെ ബുദ്ധിയെ ഒരു ബാറ്ററിയോട് ഉപമിക്കാവുന്നതാണ്. അത് സൂക്ഷ്മാകാശത്തിൽ നിന്ന് ഊർജം വലിച്ചെടുക്കുന്നു. പദാർത്ഥങ്ങളിലെ എല്ലാ അണുക്കളിലേക്കും അത് ഊറിച്ചെല്ലുന്നു. അവിടെ നിന്ന് ഈ വിശ്വത്തിൽ നിന്ന് തന്നെ നിറയുന്നു. ഒരു പറ്റം ബാറ്ററികൾ ഒന്നിച്ചു വെച്ചാൽ അതിൽ നിന്ന് ലഭിക്കുന്ന ഊർജം ഒരൊറ്റ ബാറ്ററിയിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ അധികമായിരിക്കും എന്നത് അറിവുള്ള കാര്യമാണ്. ഒരൊറ്റ ബാറ്ററി അതിൽ എത്ര സെല്ലുകളുണ്ടോ അതിൻ്റെ അനുപാതത്തിലായിരിക്കും ഊർജം നൽകുക എന്നതും അറിവുള്ള കാര്യമാണ്. ബുദ്ധിയും ഏകദേശം ഇതുപോലെയാണ് പ്രവർത്തിക്കുന്നത്. ചിലരുടെ ബുദ്ധി മറ്റുള്ളവരുടേതിനേക്കാൾ മികച്ചതെന്തുകൊണ്ട് എന്നതിനുത്തരം മേൽ പറഞ്ഞ വാക്യം നൽകുന്നു. അതുപോലെ തന്നെ ഒരു സംഘം ബുദ്ധി ഏകോപിപ്പിക്കുകയും പരസ്പരം ബന്ധിപ്പിക്കുകയും ചെയ്താൽ സ്വരൈക്യത്തിൻ്റെ ഭാഷയിലും ജീവചൈതന്യത്തോടെയുമാണെങ്കിൽ അത് ഒരൊറ്റ മനുഷ്യൻ്റെ ചിന്താശക്തിയേക്കാൾ അധിക ഊർജം നൽകും. ഒരൊറ്റ ബാറ്ററിയേക്കാൾ അധികം ഊർജം ഒരു സംഘം ബാറ്ററികൾ നൽകുന്നത് പോലെയാണിത്. ഈ ഉപമയിലൂടെ മറ്റു മനുഷ്യരുടെ ബുദ്ധിശക്തിയാൽ വലയം ചെയ്യപ്പെട്ട വ്യക്തിയുടെ കരുത്തിൻ്റെ കാരണം ഈ മാസ്റ്റർ മൈൻഡ് തത്വമാണെന്ന് വ്യക്തമാക്കുന്നു. മാസ്റ്റർ മൈൻഡ് സിദ്ധാന്തത്തിൻ്റെ മാനസിക ഘട്ടത്തെ അടുത്ത് മനസ്സിലാക്കുന്നത് സഹായിക്കുന്ന മറ്റൊരു പ്രസ്താവത്തിലേക്ക് നീങ്ങാം. ഒരു സംഘം വ്യക്തിഗത ബുദ്ധികൾ ഏകോപിപ്പിക്കുകയും അവ
സ്വരൈക്യത്തോടെ പ്രവർത്തിക്കുകയും ചെയ്താൽ അവ അതിനാൽ ഉൽപ്പാദിപ്പിക്കുന്ന അധിക ഊർജം ആ സംഘത്തിലുള്ള എല്ലാ ബുദ്ധികൾക്കും ലഭ്യമാകും. ഹെൻറി ഫോർഡ് തൻ്റെ വ്യാപാര ജീവിതം ആരംഭിക്കുമ്പോൾ ദാരിദ്ര്യത്തിലായി എന്നും വിദ്യാഭ്യാസ മികവൊന്നും ഇല്ലായിരുന്നു എന്നും അജ്ഞനായിരുന്നു എന്നും എല്ലാവർക്കും അറിയാവുന്ന സത്യമാണ്. കേവലം 10 വർഷങ്ങൾക്കുള്ളിൽ ഫോർഡ് ഈ 3 ബലഹീനതകളെയും തരണം ചെയ്തു എന്നതും എല്ലാവർക്കും അറിയാവുന്നതാണ്. 25 വർഷങ്ങൾക്കുള്ളിൽ അദ്ദേഹം അമേരിക്കയിലെ ഏറ്റവും ധനികരായ വ്യക്തികളിൽ ഒരാളുമായി. ഈ യാഥാർത്ഥ്യവുമായി ബന്ധപ്പെടുത്തി മറ്റൊന്നുകൂടി വായിക്കുക. അദ്ദേഹം തോമസ് ആൽവ എഡിസന്റെ സുഹൃത്താവുകയും ഒരു മനസ്സിന് മറ്റൊരു മനസ്സിൻ്റെ മേൽ എത്ര പ്രഭാവം ചെലുത്താനാകുമെന്ന് മനസ്സിലാക്കുകയും ചെയ്തതിനു ശേഷമാണ് ഫോർഡിൻ്റെ വളർച്ച ത്വരിതഗതിയിലായത്. ഇനിയും ഒരടി മുന്നിലേക്ക് നീങ്ങുക. ഹാർവി ഫെയർസ്റ്റോൺ, ജോൺ ബറോസ്, ലൂതർ ബർബാങ്ക് ഇവരെല്ലാം അതിബുദ്ധിമാന്മാരായിരുന്നു എന്നവരുമൊത്ത് സൗഹൃദം സ്ഥാപിച്ചതിനു ശേഷമാണ് ഫോർഡിൻ്റെ മഹത്തായ നേട്ടങ്ങളെല്ലാം ഉണ്ടായത്. മനസ്സുകൾ തമ്മിലുള്ള സൗഹൃദപൂർവമായ സഹകരണം വഴി കരുത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്നതിന് നിങ്ങൾക്ക് മറ്റൊരു തെളിവ് കൂടിയാണിത്. വ്യാവസായിക ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിവരങ്ങൾ അറിയുന്ന വ്യക്തിയായി ഹെൻറി ഫോർഡ് എന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹം എത്ര സമ്പാദിച്ചു എന്നതിനെക്കുറിച്ച് ഒരു ചർച്ച ആവശ്യമില്ല. ഫോർഡിൻ്റെ അടുത്ത സുഹൃത്തുക്കളെ കൂടി വിശകലനം ചെയ്യുക. ചിലരെ നമ്മൾ ഇതിനകം കണ്ടു കഴിഞ്ഞു. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവന മനസ്സിലാക്കാൻ നിങ്ങൾ പാകപ്പെട്ടിരിക്കും. അനുകമ്പയുടെയും സ്വരൈക്യത്തിൻ്റെയും ഓജസ്സിലും ജീവചൈതന്യത്തിലും അധിഷ്ഠിതമായി ബന്ധപ്പെടുന്ന മറ്റുള്ളവരുടെ ചിന്തിക്കാനുള്ള കരുത്തും പ്രകൃതവും ശീലങ്ങളും മനുഷ്യർ ആർജിച്ചെടുക്കുന്നു. മഹത്തായ മനസ്സുകളുമായി സഖ്യം ചെയ്യുക വഴി ഹെൻറി ഫോർഡ് ദാരിദ്ര്യം, നിരക്ഷരത, അജ്ഞത എന്നിവയെ പുറത്താക്കി. ആ മനസ്സുകളുടെ കമ്പനങ്ങളും ചിന്തകളും അദ്ദേഹവും സ്വന്തമാക്കി. എഡിസൺ, ബർബാങ്ക്, ബറോസ്, ഫയർസ്റ്റോൺ എന്നിവരെ പോലെയുള്ളവരുമായുള്ള ബന്ധം വഴി ഫോർഡ് തൻ്റെ സ്വന്തം ബുദ്ധിശക്തി വർദ്ധിപ്പിച്ചു. ഈ 4 പേരുടെയും ജ്ഞാനം, അനുഭവം, അറിവ്, വിവേകം, ആത്മീയ ശക്തി എന്നിവയുടെ ആകെത്തുക അദ്ദേഹം തന്നിലേക്ക് കൂട്ടിച്ചേർത്തു. അതിലുപരി അദ്ദേഹം ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രക്രിയകളിലൂടെ മാസ്റ്റർ മൈൻഡ് സിദ്ധാന്തത്തെ സ്വാംശീകരിക്കുകയും ചെയ്തു. ഈ സിദ്ധാന്തം ഇപ്പോൾ നിങ്ങൾക്ക് ലഭ്യമാണ്. നമ്മൾ ഇതിനു മുമ്പ് മഹാത്മാഗാന്ധിയെക്കുറിച്ച് പ്രതിപാദിക്കുകയുണ്ടായി. ഗാന്ധിയെക്കുറിച്ച് കേട്ടിട്ടുള്ള ഭൂരിപക്ഷം ആളുകളും ഇത്തിരി വട്ടുള്ള ഒരു കൊച്ചു മനുഷ്യൻ എന്ന നിലയിലായിരിക്കും അദ്ദേഹത്തെ നോക്കിക്കണ്ടിരിക്കുക. ശരിയായി വസ്ത്രധാരണം പോലും ചെയ്യാത്ത ഒരു മനുഷ്യൻ, എന്നാൽ ബ്രിട്ടീഷ് സർക്കാരിനെ വിഷമിപ്പിക്കുന്ന ഒരു മനുഷ്യൻ. സത്യത്തിൽ ഗാന്ധി ഒരു കിറുക്കനൊന്നുമല്ല. ഇന്ന് ജീവിച്ചിരിപ്പുള്ളവരിൽ ഏറ്റവും കരുത്തനായ മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിനുള്ള അനുയായികളുടെ എണ്ണവും അവർക്ക് അവരുടെ നേതാവിലുള്ള വിശ്വാസവും വെച്ച് കണക്കുകൂട്ടിയത്. അതിലുപരി ഈ ലോകത്തിൽ ഇതുവരെയും ജീവിച്ചിട്ടുള്ളവരിൽ ഏറ്റവും കരുത്തനായ മനുഷ്യനായിരുന്നിരിക്കണം അദ്ദേഹം. നിഷ്ക്രിയമാണ് അദ്ദേഹത്തിൻ്റെ കരുത്ത്, എന്നാൽ അത് യഥാർത്ഥമാണ്. ഇത്രയും കരുത്ത് അദ്ദേഹം എങ്ങനെ നേടിയെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. വളരെ കുറച്ച് വാക്കുകളിൽ അതിനെ വിവരിക്കാം. ഏകദേശം 200 ദശലക്ഷം ആളുകളെ മനസ്സും ശരീരവും കൊണ്ട് ഏകോപിപ്പിച്ച്, സ്വരൈക്യത്തോടെ ഏകോപിപ്പിച്ച്, ഒരേ ലക്ഷ്യത്തിനായി ഏകോപിപ്പിച്ചാണ് അദ്ദേഹം ആ കരുത്ത് നേടിയത്. ചുരുക്കി പറഞ്ഞാൽ ഗാന്ധി ഒരു അത്ഭുതമാണ്. അമാനുഷിക പ്രവൃത്തിയാണ് ചെയ്തെടുക്കുന്നത്. ഒരു ക്ലിപ്തകാലത്തിലേക്കല്ലാതെ 200ഓളം ദശലക്ഷം ആളുകളെ സ്വരൈക്യത്തിൻ്റെ ഓജസ്സിൽ ഒരു നിർബന്ധവും ചെലുത്താതെ സ്വയമേ സഹകരിപ്പിക്കുക എന്നത് ഒരു ദിവ്യാത്ഭുതത്തിൽ കുറഞ്ഞ ഒന്നുമല്ല. ഇത് ദിവ്യാത്ഭുതമല്ല എന്ന് നിങ്ങൾ സംശയിക്കുന്നുവെങ്കിൽ 2 പേരെ കൊണ്ട് നിങ്ങൾക്കിഷ്ടമുള്ള കാലയളവിലേക്ക് ഓജസ്സും ജീവനുമുള്ള സ്വരൈക്യത്തോടെ ഒന്ന് ഏകോപിപ്പിക്കുക. ഏത് വ്യാപാരിക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്. തൻ്റെ ജീവനക്കാരെ സ്വരൈക്യത്തിൻ്റെ വിദൂര ഛായയിലെങ്കിലും ഒന്നിച്ച് ജോലി ചെയ്യിക്കുക എന്നത് എത്ര ബുദ്ധിമുട്ടാണെന്നത്. നിങ്ങൾ കണ്ടതുപോലെ കരുത്ത്, പ്രാപ്തി നേടിയെടുക്കുന്നതിൻ്റെ പ്രധാന സ്രോതസ്സ് അനന്തമായ വിവേകം, അനന്തമായ ജ്ഞാനമാണ്.
ജീവനുള്ള സ്വരൈക്യത്തോടെ രണ്ടുപേർ സഹകരിക്കുമ്പോൾ, അങ്ങനെ സഹകരിച്ച് ഒന്നിച്ച് ഒരു തീർച്ചയുള്ള ലക്ഷ്യത്തിലേക്ക് നീങ്ങുമ്പോൾ അവർ ആ സഖ്യത്തിലൂടെ സ്വയം ഒരു സ്ഥാനത്ത് അവരോധിക്കപ്പെടുന്നു. അവിടെ നിന്ന് അവർ അനന്തമായ ജ്ഞാനത്തിൻ്റെ സാർവലൗകികമായ കരുത്ത് നേരിട്ട് വലിച്ചെടുക്കുന്നു. കരുത്തിൻ്റെ എല്ലാ സ്രോതസ്സുകളിലും വെച്ച് ഏറ്റവും മഹത്തായ സ്രോതസ്സാണിത്. പ്രതികൾ ഈ സ്രോതസ്സിലേക്കാണ് തിരിയുന്നത്. മഹാന്മാരായ നേതാക്കളെല്ലാം ഈ സ്രോതസ്സിലേക്കാണ് തിരിയുന്നത്. കരുത്ത് സ്വരുക്കൂട്ടുന്നതിനാവശ്യമായ മറ്റ് രണ്ട് പ്രധാന സ്രോതസ്സുകൾ മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങളെക്കാൾ വിശ്വസിക്കാവുന്നവയാണ്. പഞ്ചേന്ദ്രിയങ്ങളെ എപ്പോഴും വിശ്വസിക്കാനാകില്ല, എന്നാൽ അനന്തമായ ജ്ഞാനം ഒരിക്കലും തെറ്റില്ല. ഇനി വരുന്ന അധ്യായങ്ങളിൽ അനന്തമായ ജ്ഞാനവുമായി എങ്ങനെ ബന്ധപ്പെടാം എന്നത് കൂടുതൽ പര്യാപ്തമായി വിവരിച്ചിട്ടുണ്ട്. ഇത് മതപഠനമല്ല. ഈ പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്ന ഏതൊരു സിദ്ധാന്തവും ഒരു മനുഷ്യൻ്റെ മതപരമായ വിശ്വാസങ്ങളിൽ നേരിട്ടോ അല്ലാതെയോ ഇടപെടുന്നതാണെന്ന് വ്യാഖ്യാനിക്കരുത്. കൃത്യതയുള്ള തീർച്ചയുള്ള ധനം സമ്പാദിക്കാനുള്ള ലക്ഷ്യത്തെ അതിൻ്റെ സാമ്പത്തിക സമാന വസ്തുവിലേക്ക് എങ്ങനെ പരിവർത്തിപ്പിക്കാം എന്നതിനുള്ള നിർദ്ദേശങ്ങൾ വായനക്കാർക്ക് നൽകുക മാത്രമാണ് ഈ പുസ്തകം ലക്ഷ്യമിടുന്നത്. വായിക്കുക, ചിന്തിക്കുക, വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ ധ്യാനിക്കുക. അപ്പോൾ വിഷയങ്ങളെല്ലാം നിങ്ങൾക്ക് മുന്നിൽ വികസിച്ചു വരും. അതിനെ അതിൻ്റേതായ കാഴ്ചപ്പാടിൽ നിങ്ങൾക്ക് കാണാനാകും. നിങ്ങൾ ഇപ്പോൾ ഓരോ അധ്യായത്തിലും വിശദാംശങ്ങളാണ് കാണുന്നത്. പഴയ കാലങ്ങളിലെ കന്യകമാരെ പോലെ നാണം കുണുങ്ങിയും പിടികൊടുക്കാത്തതുമാണ് പണം എന്നത്. തീരുമാനിച്ചുറച്ച ഒരു കാമുകനെ പോലെ അതിനെ ആകർഷിക്കണം, അതിനുമേൽ വിജയം കൈവരിക്കണം. ഒരു കാമുകിയെ ആകർഷിപ്പിക്കുന്നതിൽ നിന്നും അത്ര വ്യത്യസ്തമല്ല പണത്തെ ആകർഷിപ്പിക്കുന്ന കരുത്ത് എന്നത് ഒരു പക്ഷേ യാദൃശ്ചികമാകാം. പണത്തിനായി ഈ കരുത്തിനെ ഉപയോഗിക്കുമ്പോൾ അതിൽ വിശ്വാസത്തെ കൂടെ കൂട്ടണം. അതിനോടൊപ്പം ഇച്ഛയും ഉണ്ടാകണം. പിന്നെ നിഷ്ഠ വേണം. ഒരു പദ്ധതിയിലൂടെ വേണം അത് നടപ്പിൽ വരുത്താൻ. ആ പദ്ധതി പ്രാവർത്തികമാക്കുകയും വേണം. വലിയ തുകകളായി പണം ഒഴുകി വരുമ്പോൾ അത് സ്വരുക്കൂട്ടുന്നവർക്ക് കരിയിലേക്ക് അതെത്തുകയുള്ളൂ. കുന്നിൽ ചെരുവിലൂടെ വെള്ളം ഒലിച്ചിറങ്ങുന്നത് പോലെയാണിത്. അവിടെ കരുത്തിൻ്റെ കാണാത്ത ഒരു അരുവിയുണ്ട്, ഒരു നദി പോലെ തന്നെ. നദി പക്ഷേ ഒരു ദിശയിലേക്ക് മാത്രമേ ഒഴുകുകയുള്ളൂ. ഒഴുകുമ്പോൾ കരയിലുള്ളതിനെയെല്ലാം അത് കൂടെ കൂട്ടും. പണം പക്ഷേ മുകളിലേക്കാണ് ഒഴുകുക, സമ്പത്തിലേക്ക്. അങ്ങനെ ഒഴുകുമ്പോൾ അത് നിർഭാഗ്യവാന്മാരെയെല്ലാം അതിലേക്ക് വലിച്ചിടും. അവരെ കൂടുതൽ വൈഷമ്യങ്ങളിലേക്കും ദാരിദ്ര്യത്തിലേക്കും വലിച്ചിടും. ധനം സമ്പാദിച്ചിട്ടുള്ളവർക്കെല്ലാം ജീവിതത്തിൻ്റെ ഇത്തരമൊരു അരുവിയെക്കുറിച്ച് അറിയാം. ഒരുവൻ്റെ ചിന്തിക്കുക എന്ന പ്രക്രിയയാണ് അതിലുള്ളത്. ചിന്തയുടെ സർഗാത്മക വികാരങ്ങൾ ആ അരുവിയിലൂടെ ഒരു വശമാകുന്നു. അതാണ് ഒരുവൻ്റെ നിധികുംഭങ്ങളിലേക്ക് നയിക്കുന്നത്. വിപരീത വികാരങ്ങൾ അയാളെ ദാരിദ്ര്യത്തിലേക്ക് നയിക്കുന്നു. അതിനാൽ നിധികുംഭങ്ങൾ തൻ്റേതാക്കണം എന്ന ആഗ്രഹത്തോടെ ഈ പുസ്തകം വായിക്കുന്ന വ്യക്തിക്ക് ഈ വാക്യം വളരെ പ്രാധാന്യമുള്ള ഒന്നായി മാറുന്നു. ദാരിദ്ര്യത്തിലേക്ക് നയിക്കുന്ന ഒഴുക്കിൻ്റെ ഭാഗത്താണ് നിങ്ങളെങ്കിൽ ഇതൊരു പക്ഷേ ഒരു പങ്കായമായി നിങ്ങളുടെ സഹായത്തിനെത്തിയേക്കാം. അതുവഴി മറുവശത്തേക്ക് തുഴയാൻ നിങ്ങളെ സഹായിച്ചേക്കാം. എന്നാൽ ആ പങ്കായം ഉപയോഗിച്ചാൽ മാത്രമേ അതിനു നിങ്ങളെ സഹായിക്കാനാകൂ. വെറുതെ വായിച്ച് എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ, പരസ്പരം അതിനെക്കുറിച്ച് സംസാരിച്ചാൽ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല. ചിലർ ചിലപ്പോൾ സർഗാത്മക ചിന്തകൾക്കും വിപരീത ചിന്തകൾക്കും ഇടയിൽപ്പെട്ട് ഉഴലാറുണ്ട്. അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. 29-ലെ വാൾ സ്ട്രീറ്റിൻ്റെ തകർച്ച ലക്ഷക്കണക്കിന് ആളുകളെ സർഗാത്മക ചിന്തയിൽ നിന്ന് അരുവിയുടെ വിപരീത ദിശയിലെത്തിച്ചു. ഈ ദശലക്ഷങ്ങൾ ഇന്നും ജീവിത പ്രയാസങ്ങൾ നേരിടുകയാണ്. ചിലർ നിരാശരും ഭയചകിതരുമാണ്. അവർ നദിയുടെ സർഗാത്മക വശത്തൊന്ന് എത്തിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെയുള്ള ദശലക്ഷങ്ങൾക്ക് വേണ്ടിയാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. ദാരിദ്ര്യവും സമ്പത്തും പലപ്പോഴും പരസ്പരം സ്ഥാനം വെച്ചു മാറാറുണ്ട്. മാന്ദ്യം ഈ ലോകത്തെ പഠിപ്പിച്ച യാഥാർത്ഥ്യം ഇതാണ്. എന്നാൽ ലോകം അത്ര ദീർഘകാലമൊന്നും ഈ ഓർമ്മ വെച്ചു പുലർത്തുകയില്ല. ദാരിദ്ര്യം ധനത്തിൻ്റെ സ്ഥാനം സ്വമതയ ഏറ്റെടുക്കും. അങ്ങനെയാണ് സാധാരണ സംഭവിക്കാറുള്ളത്.
ധനം ദാരിദ്ര്യത്തിൻ്റെ സ്ഥാനത്തേക്ക് വരുമ്പോൾ അതെത്തുന്നത് ശ്രദ്ധയോടെ ഇട്ട പദ്ധതികളിലൂടെയാണ്. ദാരിദ്ര്യത്തിൽ അങ്ങനെ പദ്ധതിയൊന്നും ആവശ്യമില്ല, ഒരാളുടെയും സഹായവുമില്ല. കാരണം അത് വളരെ പരുഷമായ ഒന്നാണ്, ക്രൂരവും ധീരതയുള്ളതുമാണ്. സമ്പത്താകട്ടെ ലജ്ജാലുവും ഭീരുവുമാണ്. അതിനെ ആകർഷിച്ചെടുപ്പിക്കണം. ധനം കൂട്ടണമെന്ന് ആർക്ക് വേണമെങ്കിലും ആഗ്രഹിക്കാം, മിക്കവരും അത് ചെയ്യാറുമുണ്ട്. എന്നാൽ കൃത്യമായ ഒരു പദ്ധതിയും ധനത്തിനായുള്ള ഉത്കർഷേച്ഛയും മാത്രമേ ധനം സമ്പാദിക്കുന്നതിന് ആശ്രയിക്കാവുന്ന മാർഗങ്ങളായുള്ളൂ എന്ന് മിക്കവർക്കും അറിയില്ല. താങ്ക് യു.